ഡിയർ സ്റ്റുഡൻസ്, ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് തെർമൽ എഞ്ചിനീയറിംഗിലെ 5th മൊഡ്യൂളിലെ കമ്പസ്റ്റൻ ഇൻ CI എഞ്ചിൻ എന്ന ടോപ്പിക്കാണ്. ഇൻ CI എഞ്ചിൻ ഓൺലി എയർ ഈസ് കംപ്രസ്ഡ് ഇൻ ദ സിലിണ്ടർ ടു എ ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. Fuel is injected in atomized form by fuel injector in the combustion chamber. As soon as the fuel-air mixture reaches the level of auto-ignition temperature, the ignition takes place. CI എഞ്ചിനിൽ സക്ഷൻ സ്ട്രോക്കിൽ ആര് മാത്രമേ എഞ്ചിൻ്റെ ഉള്ളിൽ അഡ്മിറ്റ് ചെയ്യുന്നുള്ളൂ? എയർ മാത്രമേ അഡ്മിറ്റ് ചെയ്യുന്നുള്ളൂ. ആ അഡ്മിറ്റ് ചെയ്യുന്ന എയറിനെ ഹൈ പ്രഷറിലോട്ടും ടെമ്പറേച്ചറിലോട്ടും കംപ്രഷൻ സ്ട്രോക്കിൽ കംപ്രസ് ചെയ്യും. ഓക്കെ, കംപ്രഷൻ സ്ട്രോക്ക് എൻഡ് ചെയ്യാനാവുന്ന സമയത്ത് ഫ്യൂവൽ ഇഞ്ചെക്റ്റ് ചെയ്യും. ആ ഫ്യൂവൽ ബേൺ ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ആ കംപ്രസ്ഡ് എയറിൻ്റെ ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചർ കൊണ്ടാണ് ഫ്യൂവൽ ബേൺ ചെയ്യുന്നത്. അല്ലാതെ SI എഞ്ചിനിലുള്ള പോലെ ഒരു സെപ്പറേറ്റ് സോഴ്സ് ഓഫ് ഇഗ്നീഷൻ CI എഞ്ചിനിലില്ല. സോഴ്സ് ഓഫ് ഇഗ്നീഷൻ എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ഓഫ് കംപ്രസ്ഡ് എയർ ആണ്. ഓക്കെ, ഫ്യൂവൽ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? അതിൻ്റെ കംപ്രസ്ഡ് എയറിൻ്റെ ഹൈ ടെമ്പറേച്ചർ കൊണ്ട് ഫ്യൂവൽ എയർ മിക്സർ സെൽഫ് ഇഗ്നീഷൻ ടെമ്പറേച്ചറിലെത്തുകയും ചെയ്യും, ബേണിങ് നടക്കുകയും ചെയ്യും. ഇതാണ് CI എഞ്ചിനിൽ കമ്പസ്റ്റൻ എന്ന് പറയുന്നത്. ഇനി നോക്കാനുള്ളത് സ്റ്റേജസ് ഓഫ് കമ്പസ്റ്റൻ ഇൻ CI എഞ്ചിൻ. CI എഞ്ചിൻ കമ്പസ്റ്റനെ മെയിനായിട്ട് 4 സ്റ്റേജസിലോട്ട് ആക്കിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇഗ്നീഷൻ ഡിലേ ആണ്. സെക്കൻഡ് വൺ റാപ്പിഡ് ഓർ അൺകൺട്രോൾഡ് കമ്പസ്റ്റൻ. തേർഡ് വൺ കൺട്രോൾഡ് കമ്പസ്റ്റൻ. ഫോർത്ത് വൺ ആഫ്റ്റർ ബേണിംഗ്. സ്റ്റേജസ് ഓഫ് കമ്പസ്റ്റൻ ഒരു P-θ ഡയഗ്രത്തിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൽ ഈ പോയിൻ്റാണ് സ്റ്റാർട്ട് ഓഫ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം ഒരു ഇൻസ്റ്റൻറ്റ് നടക്കുന്നില്ല, കുറച്ച് ക്രാങ്ക് ആംഗിളിൽ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ഫ്യൂൽ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡിഗ്രി ഓഫ് ക്രാങ്ക് ആംഗിളിൽ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കും. ഓക്കെ, സ്റ്റാർട്ട് ഓഫ് ഇഞ്ചക്ഷൻ കഴിഞ്ഞാൽ അടുത്ത നടക്കുന്നത് സ്റ്റാർട്ട് ഓഫ് കമ്പസ്റ്റൻ ആണ്. ഈ ഒരു ഡ്യൂറേഷനോ ഡിലേ പീരീഡ് എന്ന് പറയും. അതിനുശേഷം മാക്സിമം പ്രഷർ ഇൻ ദ സൈക്കിൾ വരും. അതിനുശേഷം 3 എന്ന് പറയുന്ന പോയിൻ്റ് മാക്സിമം ടെമ്പറേച്ചർ ഇൻ ദ സൈക്കിളാണ്. അതിനുശേഷം ആഫ്റ്റർ ബേണിംഗ്. ഈ ഡാഷ്ഡ് കർവ് കാണിച്ചിരിക്കുന്ന മോട്ടോറിംഗ് കർവാണ്, അതായത് നോൺ ഫയറിംഗ്. ഈ 4 സ്റ്റേജസും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ഇഗ്നീഷൻ ഡിലേ പീരീഡ്. ഡ്യൂറിങ് ഇഗ്നീഷൻ ഡിലേ പീരീഡ് സം ഫ്യൂൽ ഹാസ് ബീൻ അഡ്മിറ്റഡ് ബട്ട് ഹാസ് നോട്ട് യെറ്റ് ബീൻ ഇഗ്നൈറ്റഡ്. The ignition delay is counted from the start of injection to point where P-θ curve separate from the pure air compression curve. The delay period is a sort of preparatory phase. അതായത് കംപ്രഷൻ സ്ട്രോക്കിൻ്റെ എൻഡിലാവുന്ന സമയത്ത് എന്ത് ചെയ്യും? ഫ്യൂവൽ ഇഞ്ചെക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഫ്യൂവൽ ഇഞ്ചെക്റ്റ് ചെയ്താലും ഒരിക്കലും ബേൺ ചെയ്യുന്നില്ല. ഒരു പ്രീ ഫ്ലെയിം റിയാക്ഷനിലെ ടൈം അവിടെയുണ്ട്. അതാണ് ഇഗ്നീഷൻ ഡിലേ എന്ന് പറയുന്നത്. P-θ കർവ് നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെയാണ് സ്റ്റാർട്ട് ഓഫ് ഇഞ്ചക്ഷൻ, ഇവിടെയാണ് സ്റ്റാർട്ട് ഓഫ് കമ്പസ്റ്റൻ. അതിനിടക്കിലെ ആ ഒരു പ്രിപ്പറേറ്ററി ഫേസിനെയാണ് പറയുന്നത് ഇഗ്നീഷൻ ഡിലേ എന്ന്. അതിൽ ഫിസിക്കൽ ഡിലേയുണ്ട്, കെമിക്കൽ ഡിലേയുണ്ട്. ഇഗ്നീഷൻ ഡിലേ പീരീഡ് എൻഡ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇവിടെയാണ് ഇഗ്നീഷൻ ഡിലേ പീരീഡ് എൻഡ് ചെയ്യുന്നത്, അവിടെ നിന്നാണ് കമ്പസ്റ്റൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇഗ്നീഷൻ ഡിലേ എന്ന് വെച്ചാൽ സ്റ്റാർട്ട് ഓഫ് ഇഞ്ചക്ഷൻ ടു പോയിൻ്റ് വേർ ദ പ്യുവർ കംപ്രഷൻ ഓഫ് എയർ സ്റ്റാർട്ട്സ്. അതായത് ഈ ഡാഷ്ഡ് ലൈൻ കാണിച്ചിരിക്കുന്നത് മോട്ടോറിംഗ് കർവാണ്, പ്യുവർ എയർ കംപ്രഷനാണ്. അവിടെ വെച്ചാൽ ഫയറിംഗ് നടക്കുന്നില്ല. ഇൻ കേസ് എഞ്ചിനിൽ ബേണിംഗ് നടന്നിട്ടില്ലെങ്കിൽ കാണിക്കുന്നതാണ് ഈ മോട്ടോറിംഗ് കർവ് എന്ന് പറയുന്നത്. ഇതിനിടയ്ക്കുള്ളൊരു ടൈമാണ് ഇഗ്നീഷൻ ഡിലേ എന്ന് പറയുന്നത്. അതിലെ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് റാപ്പിഡ് ഓർ അൺകൺട്രോൾഡ് കമ്പസ്റ്റൻ ആണ്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് വെച്ചാൽ, സെക്കൻഡ് ഫേസിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് വെച്ചാൽ സ്റ്റാർട്ട് ഓഫ് കമ്പസ്റ്റൻ ആണ്. അതിൻ്റെ എൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ദ പോയിൻ്റ് ഓഫ് മാക്സിമം പ്രഷർ. ഡ്യൂറിങ് ദിസ് പീരീഡ് ദ റൈസ് ഓഫ് പ്രഷർ ഈസ് റാപ്പിഡ്. ദ റേറ്റ് ഓഫ് ഹീറ്റ് റിലീസ് ഈസ് മാക്സിമം ഡ്യൂറിങ് ദിസ് സ്റ്റേജ്. അബൌട്ട് 1/3 ഓഫ് ഹീറ്റ് ഈസ് ഇവോൾവ്ഡ് ഡ്യൂറിങ് ദിസ് പ്രോസസ്. അതായത് സെക്കൻഡ് ഫേസ് റാപ്പിഡ് ഓർ അൺകൺട്രോൾഡ് കമ്പസ്റ്റൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ഓഫ് കമ്പസ്റ്റൻ ടു മാക്സിമം പ്രഷറാണ്. ഇഗ്നീഷൻ ഡിലേ പീരീഡ് നടക്കുന്ന സമയത്ത് എന്തുണ്ട്? ഒരുപാട് ഫ്യൂവൽ ഇഞ്ചെക്റ്റ് ചെയ്ത് തന്നുണ്ട്. കമ്പസ്റ്റൻ ചേമ്പറിൻ്റെ ഉള്ളിൽ എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും.
ഓക്കെ, അത് സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ എത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, മൾട്ടിപ്പിൾ പോയിന്റിൽ എഞ്ചിൻ്റെ ഉള്ളിൽ ബേണിങ് നടക്കുന്നുണ്ടാവും. ഓൾറെഡി ഒരുപാട് ഫ്യൂൽ അവിടെ അക്യൂമുലേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, ബേണിങ് തുടങ്ങിയിട്ടുണ്ടാവും. ആ സമയത്ത് എന്തായിരിക്കും, പ്രഷർ റൈസ് എന്ന് പറഞ്ഞാൽ റാപ്പിഡ് ആയിരിക്കും. കാരണം ആ ഇഞ്ചെക്ട് ചെയ്ത ഫ്യൂലൊക്കെ ഓൾമോസ്റ്റ് കമ്പസ്റ്റൻ ചേമ്പറിൻ്റെ ഉള്ളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഒരേ സമയത്ത് തന്നെയാണ് സെൽഫ് ഇഗ്നിഷൻ എത്തുന്നതുകൊണ്ട് പെട്ടെന്ന് ഒരുപാട് സ്ഥലത്ത് ബേണിങ് നടക്കും. അതുകൊണ്ട് എന്താണ്, കമ്പസ്റ്റൻ പെട്ടെന്ന് ഒരുപാട് സ്ഥലത്ത് പെട്ടെന്ന് കമ്പസ്റ്റൻ നടക്കുന്നതുകൊണ്ട് തന്നെ പ്രഷർ റൈസ് എന്ന് പറഞ്ഞാൽ വളരെ റാപ്പിഡ് ആയിരിക്കും. അതുകൊണ്ടാണ് അതിന് അൺകൺട്രോൾഡ് കമ്പസ്റ്റൻ എന്ന് പറയുന്നത്. റാപ്പിഡ് അല്ലെങ്കിൽ അൺകൺട്രോൾഡ് കമ്പസ്റ്റൻ എന്നുകൂടെ പറയുന്നത്. പെട്ടെന്ന് പ്രഷർ റൈസ് ഉണ്ടാവും. അവിടെ കമ്പസ്റ്റൻ അല്ലെങ്കിൽ ബേണിങ് നമുക്ക് കൺട്രോൾ ചെയ്യാനൊരു ഓപ്ഷനും ഇല്ല. The rate of heat release is maximum during this stage. About 1/3 of heat is evolved during this process. The total heat rejection 1/3 ഈ ഒരു ഫേസിലാണ് ഉണ്ടാകുന്നത്. അതാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് കൺട്രോൾഡ് കമ്പസ്റ്റൻ. അറ്റ് ദ എൻഡ് ഓഫ് സെക്കൻഡ് സ്റ്റേജ് ദ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആർ സോ ഹൈ സോ ദാറ്റ് ഫ്യൂൽ ഡ്രോപ്ലെറ്റ്സ് ഇൻജെക്റ്റഡ് ബേൺസ് ഓൾമോസ്റ്റ് ആസ് ദി എൻ്റർ ദി കമ്പസ്റ്റൻ ചേംബർ. അതായത് സെക്കൻഡ് സ്റ്റേജിൻ്റെ എൻഡ്, അതായത് ഈ മാക്സിമം പ്രഷറിൻ്റെ ഈ ഒരു പോയിൻ്റ്, ആ പോയിൻ്റിൽ എന്ന് വെച്ചാൽ കമ്പസ്റ്റൻ ചേംബറിൻ്റെ ഉള്ളിൽ ഹൈ ടെമ്പറേച്ചറും പ്രഷറും ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ഫ്യൂൽ എന്താണ്, ഇൻസ്റ്റൻ്റായിട്ട് ബേൺ ചെയ്യും. ആദ്യം ഉണ്ടായ മാതിരി വലിയ ഇഗ്നീഷൻ ഡിലേ ഒന്നും ഉണ്ടാവില്ല. ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒരു ടൈമിൽ തന്നെ അത് ബേൺ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള പ്രഷർ എങ്ങനെ കൺട്രോൾ ചെയ്യുക, ഫ്യൂൽ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന റേറ്റ് കൺട്രോൾ ചെയ്തിട്ട് പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഇനി ഫർദർ പ്രഷർ റൈസ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ കൺട്രോളിങ് ദി ഇഞ്ചക്ഷൻ റേറ്റ്. The period of controlled combustion is assumed to end at a maximum cycle temperature. ഇതാണ് മാക്സിമം പ്രഷർ പോയിൻ്റ്. ഇവിടെ നിന്നാണ് സെക്കൻഡ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇഞ്ചെക്ട് ചെയ്യുന്ന ഫ്യൂലൊക്കെ എന്താണ്, ആ ഇൻസ്റ്റൻറ്റിൽ തന്നെ ബേൺ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് പ്രഷർ എങ്ങനെ കൺട്രോൾ ചെയ്യുക, ആ റേറ്റ് ഓഫ് ഇഞ്ചക്ഷൻ കൺട്രോൾ ചെയ്തിട്ട് കമ്പസ്റ്റൻ ചേമ്പറിൻ്റെ പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ബേണിങ് നടക്കുന്നുണ്ടെങ്കിലും പ്രഷർ കുറയുന്നു. പിന്നെ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പിസ്റ്റൺ എക്സ്പാൻഷൻ സ്ട്രോക്കിലാണ് മൂവ് ചെയ്യുന്നത്. TDC ടു BDC മൂവ് ചെയ്യുന്നതുകൊണ്ട് നോർമലി എന്ത് ചെയ്യും, പ്രഷർ കുറയും. അതേപോലെ അത് എൻഡ് ചെയ്യുന്ന വെച്ചാൽ മാക്സിമം സൈക്കിൾ ടെമ്പറേച്ചറിലാണ് തേർഡ് ഫേസ് എൻഡ് ചെയ്യുന്നത്. അടുത്തത് ഫോർത്ത് ഫേസ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ബേണിങ്. The combustion continues even after fuel injection is over because of pure distribution of fuel particles. The unburned and partially burned fuel particles left in the combustion chamber starts burning as soon as they come into contact with the oxygen. This period starts from the point of maximum cycle temperature and continues over a part of expansion stroke. ഇവിടെ പറയുന്നത് വെച്ചാൽ ഇവിടെ ഫ്യൂൽ ഇഞ്ചക്ഷൻ എൻഡ് ചെയ്തു, തേർഡ് ഫേസ് എൻഡ് ചെയ്യുന്നതോടെ ഫ്യൂൽ ഇഞ്ചക്ഷൻ എൻഡ് ചെയ്തു. പക്ഷെ എന്താ, ഡീസൽ എഞ്ചിനിൽ എന്ന് വെച്ചാൽ ലോക്കൽ റിച്ച് മിക്സർ അതുപോലെയുള്ള കുറേ കേസസൊക്കെ വരാം. ഹോമോജീനിയസ് മിക്സർ അല്ല ബേൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഫ്യൂൽ ഇഞ്ചക്ഷൻ ഓവർ ചെയ്യുന്ന സമയത്ത് തന്നെ കംപ്ലീറ്റ് കമ്പസ്റ്റൻ തീരുന്നില്ല. അൺബേൺഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസും പാർഷ്യലി ബേൺഡ്, അതേപോലെ ഒട്ടും ബേൺ ചെയ്യാത്ത ഹൈഡ്രോ കാർബൺ ഫ്യൂലൊക്കെ കമ്പസ്റ്റൻ ചേമ്പറിൽ ഉള്ളിലുണ്ടാവും. അത് ബേൺ ചെയ്യുന്ന ഫേസാണ് ആഫ്റ്റർ ബേണിംഗ് എന്ന് പറയുന്നത്. അത് ആ മാക്സിമം സൈക്കിൾ ടെമ്പറേച്ചർ പോയിൻ്റ് തൊട്ടിട്ട് എക്സ്പാൻഷൻ സ്ട്രോക്കിൻ്റെ ഒരു പാർട്ട് വരെ ആ ബേണിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ടാവും. ഇതാണ് ഫോർത്ത് ഫേസ്, അതായത് ആഫ്റ്റർ ബേണിംഗ്. ഇതൊക്കെയാണ് CI എഞ്ചിൻ കമ്പസ്റ്റൻ്റെ ഡിഫറൻറ്റ് സ്റ്റേജസ് എന്ന് പറയുന്നത്. അടുത്ത നോക്കാനുള്ളത് ഡിലേ പീരീഡ്. ഡീസൽ എഞ്ചിനിൽ ഡിലേ പീരീഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ഡിലേ പീരീഡ് ഒരു പരിധി വിട്ടിട്ട് കൂടിപ്പോയാൽ ഡീസൽ നോക്ക് എന്ന് പറഞ്ഞൊരു ഫിനോമിനൻ ഉണ്ടാവും. അതുകൊണ്ട് അത് കൺട്രോൾ ചെയ്യേണ്ടത് അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ദ ടൈം ബിറ്റ്വീൻ സ്റ്റാർട്ട് ഓഫ് ഇഞ്ചക്ഷൻ ആൻഡ് സ്റ്റാർട്ട് ഓഫ് കമ്പസ്റ്റൻ ഈസ് കോൾഡ് ഡിലേ പീരീഡ്. ഓൾറെഡി പറഞ്ഞത് ഡിലേ പീരീഡ് എന്ന് വെച്ചാൽ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റ് തൊട്ടിട്ട് എപ്പോഴാണോ കമ്പസ്റ്റൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനിടക്ക് വരുന്ന ഗ്യാപ്പാണ് ഡിലേ പീരീഡ് അല്ലെങ്കിൽ ഇഗ്നീഷൻ ലാഗ് എന്ന് പറയുന്നത്. ദ ഡിലേ പീരീഡ് എക്സ്റ്റെൻസ് ഫോർ അബൌട്ട് 13 to 15 degree മൂവ്മെൻറ്റ് ഓഫ് ക്രാങ്ക്. ദ ഡിലേ പീരീഡ് ഷുഡ് ബി ആസ് ഷോർട്ട് ആസ് പോസിബിൾ.
ആ തേർഡ് പോയിന്റ് അതാണ് ആ നോക്കിംഗ് ഡീസൽ നോക്കുമായി ബന്ധപ്പെട്ട കാര്യം. CI എഞ്ചിനിൽ ഡിലേ പീരീഡ് എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം. ഒരുപാട് ഡിലേ പീരീഡ് ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഒരുപാട് ഫ്യൂവൽ ഇഞ്ചെക്ട് ചെയ്യുന്ന ഫ്യൂവലൊക്കെ ആ കമ്പസ്റ്റൻ ചേമ്പറിൻ്റെ ഉള്ളിൽ അക്യൂമുലേറ്റ് ചെയ്ത് നിൽക്കും, പെട്ടെന്ന് ബേൺ ചെയ്തിട്ടില്ലെങ്കിൽ. അവസാനം അതെല്ലാം ഒന്നിച്ച് സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചറിലെത്തുന്ന സമയത്ത് ഒരുപാട് ഫ്യൂവൽ പെട്ടെന്ന് തന്നെ റാപ്പിഡ് ബേണിങ് നടക്കും, എക്സസീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യും. ഇതാണ് ആക്ച്വലി ഡീസൽ നോക്ക് എന്ന് പറയുന്ന ഫിനോമിനൻ. അതുകൊണ്ട് ഡിലേ പീരീഡ് എന്തായിരിക്കണം? ആസ് ഷോർട്ട് ആസ് പോസിബിൾ ആയിരിക്കണം. ഇഗ്നീഷൻ ഡിലേ എന്ന് പറഞ്ഞാൽ 2 കാറ്റഗറിയിലോട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിസിക്കൽ ഡിലേ ആണ്. സെക്കൻഡ് വൺ കെമിക്കൽ ഡിലേ. അതിന് ഫിസിക്കൽ ഡിലേ നോക്കാം. ടൈം ബിറ്റ്വീൻ ദ ബിഗിനിങ് ഓഫ് ഇഞ്ചെക്ഷൻ ആൻഡ് ദ അറ്റൈൻമെൻറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ കണ്ടീഷൻ ഈസ് കോൾഡ് ഫിസിക്കൽ ഡിലേ. ദ ഫ്യൂൽ ഈസ് അറ്റോമൈസ്ഡ്, വേപ്പറൈസ്ഡ്, മിക്സഡ് വിത്ത് എയർ ആൻഡ് റേസ്ഡ് ഇൻ ടെമ്പറേച്ചർ. ഫിസിക്കൽ ഡിലേ എന്ന് വെച്ചാൽ ഇഞ്ചെക്ഷൻ ടൈം തൊട്ടിട്ട് കെമിക്കൽ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വരെയില്ലേ, ആ ഒരു സ്റ്റേജാണ് ഫിസിക്കൽ ഡിലേ. ഫിസിക്കൽ ഡിലേയിൽ ആ ഇഞ്ചെക്ട് ചെയ്യുന്ന ഫ്യൂവലിന് എന്ത് ചെയ്യുന്നുണ്ട്? അറ്റോമൈസ് ചെയ്യുന്നുണ്ട്, വേപ്പറൈസ് ചെയ്യുന്നുണ്ട്, അതേപോലെ എയറുമായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അതേപോലെ അതിൻ്റെ ടെമ്പറേച്ചറും റേസ് ചെയ്യും, കാരണം കംപ്രഷൻ നടക്കുന്നുണ്ട്. ഇതാണ് ഫിസിക്കൽ ഡിലേയിൽ മെയിനായിട്ട് വരുന്നത്. അതൊരു ഫിസിക്കൽ പ്രോസസ്സാണ്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് കെമിക്കൽ ഡിലേ ആണ്. പ്രീ ഫ്ലെയിം റിയാക്ഷൻ സ്റ്റാർട്ട് സ്ലോലി ആൻഡ് ദെൻ ആക്സിലറേറ്റ് അണ്ടിൽ ലോക്കൽ ഇഗ്നിഷൻ ടേക്സ് പ്ലേസ്. ജനറലി കെമിക്കൽ ഡിലേ ഈസ് ലോങ്ങർ ദാൻ ഫിസിക്കൽ ഡിലേ. കെമിക്കൽ ഡിലേയിൽ എന്താണ് സംഭവിക്കുന്നത്? പ്രീ ഫ്ലെയിം റിയാക്ഷൻ, അതായത് ആ ഇഗ്നീഷൻ സ്റ്റാർട്ട് ഓഫ് കമ്പസ്റ്റിന് മുമ്പായിട്ട് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ, അതാണ് പ്രീ ഫ്ലെയിം റിയാക്ഷൻ എന്ന് പറയുന്നത്. അത് സ്റ്റാർട്ട് ചെയ്യും. ലോക്കൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇഗ്നീഷൻ നടക്കുന്നത് വരെ ആ റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്യും. അതാണ് കെമിക്കൽ ഡിലേയിൽ. ടൈം ഡ്യൂറേഷൻ വെച്ച് നോക്കുന്ന സമയത്ത് കെമിക്കൽ ഡിലേ എന്ന് വെച്ചാൽ എപ്പോഴും ഫിസിക്കൽ ഡിലേനെക്കാട്ടിയും കൂടുതലായിരിക്കും. അടുത്തത് വേരിയബിൾസ് അഫക്റ്റിംഗ് ഡിലേ പീരീഡ്. ഫസ്റ്റ് വൺ ഫ്യൂവൽ. ലോവർ ദ സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ ലെസ് വിൽ ബി ദ ഡിലേ പീരീഡ്. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫ്യൂവലിൻ്റെ സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ ലോവർ ആണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ ബേൺ ചെയ്യും. ഓക്കെ, അതുകൊണ്ട് എന്തായിരിക്കും? ഇഗ്നീഷൻ ഡിലേ എന്ന് പറഞ്ഞത് ലെസ് ആയിരിക്കും. ഫ്യൂവലിൻ്റെ ക്വാളിറ്റി പറയുന്ന നമ്പറാണ് സീറ്റൈൻ നമ്പർ. ഹയർ സീറ്റൈൻ നമ്പർ ഉള്ള ഫ്യൂവലാണെങ്കിൽ അതിന് ബെറ്റർ ഇഗ്നീഷൻ ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കും. അതായത് ഡിലേ പീരീഡ് എന്തായിരിക്കും? കുറവായിരിക്കും. ജനറലായിട്ട് പറയുന്നതാണെങ്കിൽ ആ മിക്സറിൻ്റെ ടെമ്പറേച്ചർ ഹൈ ആണെങ്കിൽ, അല്ലെങ്കിൽ ആ എയറിൻ്റെ ടെമ്പറേച്ചർ ഹൈ, കംപ്രസ്ഡ് എയറിൻ്റെ ടെമ്പറേച്ചർ ഹൈ ആണെങ്കിൽ നോർമലി എന്തായിരിക്കും? ഇഗ്നീഷൻ ഡിലേ എന്ന് പറയുന്നത് ഷോർട്ടായിരിക്കും. സെക്കൻഡ് വൺ ഇഞ്ചക്ഷൻ അഡ്വാൻസ് ആംഗിൾ. Delay period increases with the increase in injection advance angle because pressure and temperature are lower when the injection begins. തിയററ്റിക്കലി നോക്കുന്ന സമയത്ത് ഫ്യൂവൽ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് TDCയിലെത്തുന്ന സമയത്താണ്. പക്ഷേ ആക്ച്വൽ കേസിൽ എന്ന് പറഞ്ഞാൽ ഒരു 15 to 18 ഡിഗ്രി ബിഫോർ TDC തന്നെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ നടക്കുന്നുണ്ടാവും. ഓക്കെ, ആ ആംഗിൾ കുറച്ചുകൂടെ കൂടിയിട്ട്, ഫോർ എക്സാമ്പിൾ ഒരു 25 ഡിഗ്രി ബിഫോർ ഇഞ്ചക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഫ്യൂവൽ ഇഞ്ചെക്ട് ചെയ്യുന്ന സമയത്ത് എയറിൻ്റെ ഫുൾ കംപ്രഷൻ നടന്നിട്ടില്ല. അതുകൊണ്ട് എയറിൻ്റെ ടെമ്പറേച്ചർ എന്തായിരിക്കും? കുറവായിരിക്കും. മീൻസ് എയറിൻ്റെ ടെമ്പറേച്ചർ കുറവാണെന്ന് വെച്ചാൽ നോർമലി ഇഗ്നീഷൻ ഡിലേയും കൂടും. അതായത് ഇഞ്ചക്ഷൻ നേരത്തെ ആക്കുന്നുണ്ടെങ്കിൽ അധികം ടെമ്പറേച്ചർ ഇല്ലാത്ത എയറിലോട്ടാണ് ഫ്യൂവൽ ഇഞ്ചെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഇഗ്നീഷൻ ഡിലേ ഹൈ ആയിരിക്കും. തേർഡ് വൺ കംപ്രഷൻ റേഷ്യോ. ഇൻക്രീസ് ഇൻ കംപ്രഷൻ റേഷ്യോ റെഡ്യൂസസ് ദി ഡിലേ പീരീഡ്. ഹൈ കംപ്രഷൻ റേഷ്യോ എന്ന് വെച്ചാൽ കംപ്രസ്ഡ് എയറിൻ്റെ ടെമ്പറേച്ചറും പ്രഷറും ഹൈ വാല്യൂ ആയിരിക്കും. മീൻസ് എന്താ? ഇഞ്ചെക്ട് ചെയ്യുന്ന ഫ്യൂവൽ പെട്ടെന്ന് ബേൺ ചെയ്യും. അതായത് ഇഗ്നീഷൻ ഡിലേ കുറവായിരിക്കും. അതായത് എയർ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ ഇഗ്നീഷൻ ഡിലേ നോർമലി കുറവായിരിക്കും. ഫോർത്ത് വൺ ഇൻടേക്ക് ടെമ്പറേച്ചർ. ഇൻക്രീസിങ് ദ ഇൻടേക്ക് ടെമ്പറേച്ചർ വുഡ് റിസൾട്ട് ഇൻ റെഡ്യൂസ്ഡ് ഡിലേ പീരീഡ്. ഓൾറെഡി പറഞ്ഞതാണ്, എയറിൻ്റെ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ പെട്ടെന്ന് എന്തായിരിക്കും? ആ പ്രീ ഫ്ലെയിം റിയാക്ഷനൊക്കെ നടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ബേണിങ് നടക്കും, ഇഗ്നീഷൻ ഡിലേ കുറവായിരിക്കും. പക്ഷേ ഇൻടേക്ക് ടെമ്പറേച്ചർ കൂട്ടിയാലില്ല പ്രശ്നം എന്ന് വെച്ചാൽ എയർ വോളിയോമെട്രിക് എഫിഷ്യൻസി കുറവായിരിക്കും. എഞ്ചിൻ്റെ വോളിയോമെട്രിക് എഫിഷ്യൻസി കുറയുന്ന സമയത്ത് നോർമലി പവർ ഔട്ട്പുട്ടും കുറയും. ഫിഫ്ത്ത് വൺ ജാക്കറ്റ് വാട്ടർ ടെമ്പറേച്ചർ. Increase in jacket water temperature also increases the compressed air temperature and hence delay period is reduced. ജാക്കറ്റ് വാട്ടർ എല്ലാം സറൗണ്ടിങ് കമ്പഷൻ ചേമ്പറിൻ്റെ ടെമ്പറേച്ചർ കൂടുതലാവുന്ന സമയത്ത് എന്തായിരിക്കും? നോർമലി എയർ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, ഇഗ്നീഷൻ ഡിലേ കുറവായിരിക്കും. സിക്സ്ത് വൺ സൂപ്പർ ചാർജിങ്.
സൂപ്പർ ചാർജിങ് എന്ന് വെച്ചാൽ കൂടുതൽ എയർ കംപ്രസർ വെച്ചിട്ട് എഞ്ചിൻ്റെ ഉള്ളിലോട്ട് കൊടുക്കുന്നതാണ്. സൂപ്പർ ചാർജിങ് ചെയ്യുന്ന സമയത്ത് നോർമലി എന്തായിരിക്കും, എയറിൻ്റെ പ്രഷറും കൂടും ടെമ്പറേച്ചറും കൂടും. ആ സമയത്ത് എന്താ, ഇഗ്നിഷൻ ഡിലേ കുറവായിരിക്കും. 7th വൺ, എയർ ഫ്യൂൽ റേഷ്യോ അല്ലെങ്കിൽ ലോഡ്. വിത്ത് ഇൻക്രീസ് ഇൻ എയർ ഫ്യൂൽ റേഷ്യോ combustion temperatures are lowered and cylinder wall temperature are reduced and hence delay period increases. അതായത് എഞ്ചിനിൽ ലോഡ് കുറയുന്ന സമയത്ത് നോർമലി ലീൻ മിക്സർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ലീൻ മിക്സർ യൂസ് ചെയ്യുന്ന സമയത്ത് ഓവറോൾ സൈക്കിൾ ടെമ്പറേച്ചർ അല്ലെങ്കിൽ കമ്പസ്റ്റൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ലെസ് വാല്യൂ ആയിരിക്കും. ആ സമയത്ത് എന്താ, ഡിലേ പീരീഡ് കൂടുതലായിരിക്കും. നേരെ മറിച്ച് ലോഡ് കൂടുന്ന സമയത്തോ മിക്സർ ഓൾമോസ്റ്റ് അത്യാവശ്യം റിച്ച് മിക്സർ ആയിരിക്കും. ഫുള്ളി റിച്ച് മിക്സറിൽ ഉപയോഗിക്കുന്നത് കൂടുതൽ ഫ്യൂൽ സപ്ലൈ ചെയ്യുന്നുണ്ടാവും. കൂടുതൽ ഫ്യൂൽ സപ്ലൈ ചെയ്യുന്ന സമയത്ത് ബേണിംഗ് നടന്നിട്ട് ഓവറോൾ സൈക്കിൾ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ആ സമയത്ത് ഓവറോൾ സൈക്കിൾ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഇഗ്നിഷൻ ഡിലേ കുറവായിരിക്കും. 8ാമത്തത് ഇഞ്ചക്ഷൻ പ്രഷർ. വിത്ത് ഇൻക്രീസ് ഇൻ ഇഞ്ചക്ഷൻ പ്രഷർ ദർ വിൽ ബി ബെറ്റർ ഫ്യൂൽ അറ്റോമൈസേഷൻ റിസൾട്ടിങ് ഇൻ ഗ്രേറ്റർ സർഫസ് ടു വോളിയം ദസ് ഫിസിക്കൽ ഡിലേ ഈസ് ലെസ്. ഇഞ്ചക്ഷൻ പ്രഷർ മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഫിസിക്കൽ ഡിലേ ആയിട്ടാണ്. ഇഞ്ചക്ഷൻ പ്രഷർ കൂടുന്ന സമയത്ത് ആ ഇഞ്ചക്ട് ചെയ്യുന്ന ഫ്യൂല് പെട്ടെന്ന് ബെറ്റർ ഫ്യൂൽ അറ്റോമൈസേഷൻ കിട്ടും. അതായത് ചെറിയ ചെറിയ ഫൈൻ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് അറ്റോമൈസ് ചെയ്യുന്നതുകൊണ്ട് എന്താ, ഫിസിക്കൽ ഡിലേ കുറവായിരിക്കും. കെമിക്കൽ ഡിലേ അവിടെയുള്ള ടെമ്പറേച്ചറിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ഫാക്ടറാണ്. ഇത്രയുമാണ് CA എഞ്ചിനിലെ ഇഗ്നീഷൻ ഡിലേനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്.